മിനിയാന്ന് നടന്ന നമ്മുടെ ചർച്ചയിലെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നിങ്ങൾ ഇപ്പൊ തന്ന നിങ്ങളുടെ മെമ്മോറാണ്ടത്തിൽ 10 കാര്യങ്ങൾ തന്നിട്ടുള്ളത് ഈ 10 കാര്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനെ പറ്റിയാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷനും മാനേജ്മെന്റും കോളേജും പൂർണ്ണമായിട്ട് സഹകരിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം ഇന്റേണൽ ഗ്രീവൻസ് കമ്മിറ്റി, കോളേജിലെ ഇന്റേണൽ ഗ്രീവൻസ് കമ്മിറ്റി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗ്രീവൻസസ് എല്ലാം ഈ കമ്മിറ്റി പരിഗണിക്കുകയും വേണ്ടതായ നടപടികൾ എടുക്കുകയും ചെയ്യും. മൂന്നാമത്തെ ഫാക്കൽറ്റി അതോറിറ്റി സ്റ്റെപ്പിംഗ് എസൈഡ്. ഇപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരാണെന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ അവർക്കെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കും. പറഞ്ഞിട്ട് നിങ്ങൾ പറ, അവർ പറയട്ടെ. നാലാമത്തെ കാര്യം ഒഫീഷ്യൽ കൺട്രോളൻസ് മീറ്റിംഗ്, ഭൗതിക ശരീരം അടക്കിയതിനു ശേഷം കൺട്രോളൻസ് മീറ്റിംഗ് നടത്തുന്നതായിരിക്കും. അഞ്ചാമത്തെ കാര്യം കോമ്പൻസേഷൻ, ഫ്യൂണറലിന് ശേഷം വ്യക്തമായ സമയത്ത് ധനസഹായത്തെപ്പറ്റി കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ച് തീരുമാനമെടുക്കും. 6 പ്രൊട്ടക്ഷൻ ഓഫ് പ്രൊട്ടസ്റ്റേഴ്സ്. പ്രിയ വിദ്യാർത്ഥികളെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് മക്കളെ പോലെയാണ്. നിങ്ങൾക്കെതിരെ യാതൊരു ശിക്ഷ നടപടികളും ഈ വിഷയത്തിൽ ഉണ്ടാവുകയില്ലെന്ന് നൽകുന്നു. പി ടി എ ജനറൽ ബോഡി ഉടൻ തന്നെ കൂടുന്നതാണ്. 8ാമതായിട്ട് പറയുന്ന അക്കോമഡബിലിറ്റി, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഇതായിട്ട് പോലീസ് അന്വേഷണക്കാരെന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ അവർക്കെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കും. 9 റീകാൻസലേഷൻ ആൻഡ് റീഷെഡ്യൂളിംഗ് ഓഫ് സേ എക്സാമിനേഷൻസ്. ഈ ആഴ്ച നടക്കുന്ന എല്ലാ സേ പരീക്ഷകളും റീഷെഡ്യൂൾ ചെയ്ത് ഓണത്തിന് ശേഷം നടത്തുന്നതായിരിക്കും. 10ാമത്തെ കാര്യം റീഫണ്ട് ഓഫ് എക്സാമിനേഷൻ ഫീ. ഈ സേ എക്സാമിനേഷൻ ഫീസ് ഇപ്പോൾ 1000 നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അധികമായ തുക മടക്കി നൽകുന്നതാണ്. എല്ലാ കാര്യങ്ങളും അതാണല്ലോ മെമ്മോറാണ്ടം തന്നെ.